അമ്പിളി നമ്മുടെ മോൾ എവിടെ അമ്പിളി? മോളെ ലച്ചു മോളെ നീ എവിടെയാ? ലച്ചു എനിക്കിനി എത്ര കാലം വെച്ചിട്ടാ. അതുകൊണ്ട് ഇതൊക്കെ സഹിച്ചു കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ ലക്ഷ്മി. എന്റെ ആദ്യം മുഴുവൻ ഇപ്പോ ലച്ചുമോളെ കുറിച്ച് ഓർത്തിട്ടാ. രഘു അമ്പിളിയും കൂടി ഇങ്ങനെ തുടങ്ങിയ ആ കുഞ്ഞിന്റെ ഭാവി എന്താവും? മോളെ എവിടെയും കാണുന്നില്ലല്ലോ രഘുവേട്ടാ. അവളെവിടെ പോയി കാണും അമ്പിളി? എനിക്കറിയില്ല രഘുവേട്ടാ. നമ്മൾ ഇത്രയ്ക്ക് ബോധമില്ലാത്തവരായി പോയല്ലോ. ഈ തെറ്റിന് ആരും നമ്മളെടുത്ത് പൊറുക്കല്ല രഘുവേട്ടാ. അമ്പിളി നമുക്ക് അമ്മനോട് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. വാ അമ്പിളി. അമ്മ അമ്മ ലച്ചുമോളെ ഇവിടെ എങ്ങും കാണുന്നില്ല. ഇത് പറയാൻ എങ്ങനെ കഴിയുന്നടാ നിനക്ക്? എവിടാന്ന് വെച്ചാ മോളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കണം. എന്റെ പൊന്നുമോളെയും കൊണ്ടല്ലാതെ ഇനി ഈ വീടിന്റെ പടി ചവിട്ടിപ്പോരുത്. ഇറങ്ങിക്കോണം. 2 എണ്ണം. ഇനി ഈ വീട്ടില് ഒരു സ്ഥാനം ഉണ്ടാവില്ല നിങ്ങൾക്ക് 2 പേർക്കും. എനിക്കൊരു മകളുമില്ല മരുമകനുമില്ല. ഇറങ്ങിപ്പൊക്കോ 2 എണ്ണം. അമ്മ ഈശ്വര, എന്റെ ലച്ചുമോൾ എവിടെ പോയി കാണും? എന്റെ പൊന്നുമോൾക്കൊന്നും സംഭവിക്കില്ലേ എന്റെ ഈശ്വര. അവരെനി വിശ്വസിച്ചുകൂടാ. രഘു അമ്പിളിയും ഇപ്പോഴും ബോധമില്ലാതെ തന്നെ നടക്കുക. ഞാൻ തന്നെ ഇറങ്ങിയാലേ എന്റെ ലച്ചുമോളെ കണ്ടുപിടിക്കാൻ പറ്റൂ. ലച്ചുമോളെ, എന്റെ പൊന്നുമോളെ, മോളെ, എന്റെ പൊന്നുമോള്. മോളെ ലച്ചൂട്ടി, എന്റെ മോള് പേടിച്ചോ? മുത്തച്ഛന്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പേടിക്കണ്ട കേട്ടോ. ഈശ്വര, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നല്ലോ. മോളൂട്ടി, മോള് പേടിക്കണ്ട കേട്ടോ. മുത്തച്ഛൻ ഇവിടെ ഉണ്ട്. മോളൊന്നും പേടിക്കണ്ട. മുത്തച്ഛനുണ്ട് എന്റെ പൊന്നുമോളുടെ കൂടെ.
മോളെ ഇനി മുത്തശ്ശൻ നോക്കിക്കൊള്ളാം കേട്ടോ. ഉം? ശരി മുത്തശ്ശ. ഉമ്മ, എന്റെ മോക്ക് മുത്തച്ഛൻ ഒരുപാട് പോപ്കോൺ മേടിച്ചു തരാം കേട്ടോ. ഉമ്മന്നേ. പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാനൊന്നുമല്ല ഹർഷ വന്നത്. ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചില്ലേ ദൈവം. ആന്റി, ദൈവം എന്ത് പഴിച്ചു? കുറച്ചു ദിവസമായി ചിലർ ആന്റിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാ ഇപ്പൊ കണ്ടത്. എന്തായാലും ശേഖരനെ ആന്റി സ്വീകരിച്ചില്ലേ, ഇനി അയാളെ കൂടി കുടുംബത്തിൽ ചേർത്ത് കൊണ്ടുപോകാൻ നോക്കണം. നീ എന്തു വർത്താനാ ഹർഷ ഈ പറയുന്നേ? നീ പറഞ്ഞിട്ടാ ഞാൻ അയാളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാതിരുന്നത്. നാട്ടുകാർക്കിടയിൽ എനിക്ക് നാണക്കേടുണ്ടാവുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് അത് കറക്റ്റാ ആന്റി. അയാളെ ആന്റി വീട്ടിൽ കഴിയാൻ സമ്മതിച്ചതുകൊണ്ട് ഈ കാര്യം അധികം ആരും അറിഞ്ഞില്ല. മറിച്ചായിരുന്നെങ്കിലോ അയാള് വെളിയിലിറങ്ങി സത്യാഗ്രഹം ഇരിക്കുമായിരുന്നു. അവസാനം നാട്ടുകാരും പോലീസും കൂടി ചേർന്ന് അയാളെ ആന്റിയുടെ കുടുംബത്തിൽ തന്നെ കെട്ടിവെക്കുകയും ചെയ്യും. ഏയ്, അയാളെ ബുദ്ധിമുട്ടിക്കാതെ പൊയ്ക്കോളാമെന്ന് പറഞ്ഞതാ. ആദ്യം ഒരു ദിവസം അവിടെ കഴിയണോന്ന് പറഞ്ഞു. അത് നടക്കില്ലെന്ന് തോന്നിയപ്പോ ഒരു നേരത്തെ ആഹാരം വേണമെന്ന് മക്കളോട് പറഞ്ഞു. അതിനിടയിലും ഞാൻ നിന്നെ വിളിച്ചില്ലേ ഹർഷേ? അപ്പോഴും നീ പറഞ്ഞതെന്താ? അയാളെ തൽക്കാലം വീട്ടിൽ നിർത്തുന്നത് നല്ലതാണെന്നല്ലേ? അതെ ആന്റി, ആ പറഞ്ഞതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. അല്ല, അത് ശരിയായില്ലെന്ന് ആന്റിക്ക് ഇപ്പൊ തോന്നാൻ കാരണം എന്താ? നീ അയാളെ കുടുംബത്തിൽ ചേർത്തോളാൻ പറഞ്ഞില്ലേ? എന്റെ പട്ടി പോലും അയാളെ മാനിക്കാൻ പോകുന്നില്ല ഹർഷേ. അതെനിക്ക് അറിഞ്ഞൂടെ ആന്റി? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ആന്റി. ഈ പുതിയ സാഹചര്യത്തെ നമ്മൾ നേരിടും. അയാള് സ്വമേധയാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതുപോലെ ഞാൻ ഇപ്പൊ തന്നെ ഒരു ലക്ഷണരേഖ വരച്ചിട്ടുണ്ട്. അതിനപ്പുറവും ഇപ്പുറവും കടക്കില്ല അയാള്. എന്നോട് ചെയ്ത ദ്രോഹത്തിനൊക്കെ എണ്ണി എണ്ണി ചോദിക്കും ഞാൻ.